ഹലോ ഓൾ, ഇന്നത്തെ വീഡിയോയിൽ ADHD കുറിച്ചാണ് സംസാരിക്കുന്നത്. ADHD എന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കേൾക്കുന്ന വാക്കുകളാണ് ഇവന് ശ്രദ്ധയില്ല, അവൾ ഒന്നടങ്ങിയിരിക്കില്ല, പഠിക്കാൻ മടിയാണ്, അലസതയാണ് എന്നിങ്ങനെ. പക്ഷേ ADHD അത്ര ലളിതമായ ഒന്നല്ല. ഇത് അലസതയോ ശിക്ഷ കൊണ്ട് മാറ്റാവുന്ന സ്വഭാവമോ അല്ല. മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു അവസ്ഥയാണ് ADHD. മസ്തിഷ്കത്തിൻ്റെ വളർച്ചയിലും പ്രവർത്തനത്തിലും ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണിത്. ഒരാളുടെ തലച്ചോർ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയുമായി ബന്ധപ്പെട്ട ഒരു വ്യത്യാസം. ADHD ഒരു രോഗമല്ല. ഇത് ഒരു മാനസിക അസുഖവുമല്ല. ഇത് വളർത്തലിലെ പിഴവല്ല. ഇത് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചിലർക്കത് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. ചില സാഹചര്യങ്ങളിൽ അതേ പ്രത്യേകതകൾ ശക്തികളായും മാറാം. ADHD ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട അവസ്ഥയാണ്. പാരമ്പര്യ ഘടകങ്ങളുമായി ഇതിന് ബന്ധമുണ്ട്. മസ്തിഷ്ക രാസവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതുമാണ്. ADHD സാധാരണയായി കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങുന്നതാണ്. പക്ഷേ പലപ്പോഴും അത് തിരിച്ചറിയപ്പെടാതെ പോകും. കുട്ടി അലസനാണെന്ന്, ശ്രദ്ധയില്ല എന്ന്, വഴക്കാളിയാണെന്ന് ലേബൽ ചെയ്യപ്പെടും. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് മുതിർന്ന വയസ്സിൽ എത്തുമ്പോഴാണ് പലർക്കും ഇത് ADHD ആയിരുന്നല്ലോ എന്ന് തിരിച്ചറിയുന്നത്. കുട്ടികളിൽ ADHD പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒന്നാണ്. കുട്ടികളിൽ സാധാരണയായി കാണുന്ന ചില ലക്ഷണങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധ ചിതറുക, അധ്യാപകൻ പറയുന്നത് പൂർണ്ണമായി കേൾക്കാതിരിക്കുക, ഹോംവർക്ക് മറക്കുക, പുസ്തകങ്ങൾ, പെൻസിൽ, ബാഗ് എന്നിവ നഷ്ടപ്പെടുത്തുക, ഇടയ്ക്കിടെ എഴുന്നേറ്റ് നടക്കുക, സംസാരത്തിനിടയിൽ ഇടപെടുക എന്നിങ്ങനെ. ADHD ഉള്ള ഒരു കുട്ടിക്ക് പ്രധാനമായും ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന മേഖലകൾ: ഒന്നാമത്, ശ്രദ്ധ നിലനിർത്തൽ. ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാൻ ബുദ്ധിമുട്ട് അഥവാ ഇൻഅറ്റൻഷൻ. ഇത് അലസതയല്ല, ഇത് ശ്രമക്കുറവുമല്ല. ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടും തലച്ചോർ അതിനനുസരിച്ച് സഹകരിക്കാതെ വരുന്നതാണ്. ഇത്തരത്തിലുള്ള കുട്ടികളോ മുതിർന്നവരോ കാര്യങ്ങൾ മറക്കാം, നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പിന്തുടരാൻ ബുദ്ധിമുട്ടാം, പുസ്തകം തുറന്നിരുന്നാലും മനസ്സ് മറ്റൊരിടത്ത് ആയിരിക്കും. പലപ്പോഴും ആളുകൾ പറയും, നിനക്ക് ശ്രദ്ധിച്ചാൽ പോരെ. പക്ഷേ ADHD ഉള്ള ഒരാൾക്ക് അത് അത്ര ലളിതമല്ല. രണ്ടാമത്, അതിസജീവത അഥവാ ഹൈപ്പർ ആക്ടിവിറ്റി. ഒരിടത്ത് അടങ്ങിയിരിക്കാൻ കഴിയാതിരിക്കുക. ഇത് വെറും ശരീരചലനമല്ല. ചിലർക്കത് പുറത്തേക്ക് കാണാം. കൈകാലുകൾ ചലിപ്പിക്കുക, ഒരിടത്തും ഇരിക്കാതിരിക്കുക, അധികം സംസാരിക്കുക. പക്ഷേ ചിലർക്കത് ഉള്ളിൽ നടക്കും. മനസ്സ് ശാന്തമാകാതെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ. മൂന്നാമത്, ആലോചനയില്ലാതെ പ്രവർത്തിക്കൽ അഥവാ ഇമ്പൾസിവിറ്റി. അതായത് ആലോചിക്കുന്നതിന് മുമ്പ് പ്രവർത്തിക്കുക, വാക്കുകൾ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട്, ക്ഷമക്കുറവ്. ഇത് മോശം സ്വഭാവമല്ല. ഇത് തലച്ചോറിൻ്റെ നിയന്ത്രണ സംവിധാനവുമായി ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ടാണ്. ഇത്തരം ലക്ഷണങ്ങൾ ഒരു കുട്ടി 2 അതിൽ കൂടുതൽ സാഹചര്യങ്ങളിലോ 6 മാസമെങ്കിലും
തുടർച്ചയായി കാണിക്കുമ്പോഴാണ് ADHD എന്ന് പറയുന്നത്. ഇനി ADHD ഉള്ള ഒരാളുടെ മനസ്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മൾ ഓരോരുത്തരും ദിവസവും അനവധി വിവരങ്ങൾ സ്വീകരിക്കുന്നവരാണ്. എന്ത് ശ്രദ്ധിക്കണം, എന്ത് ഒഴിവാക്കണം എന്നത് നമ്മുടെ തലച്ചോർ തീരുമാനിക്കുന്നു. ADHD ഉള്ളവരിൽ ഈ ഫിൽട്ടർ സംവിധാനം അല്പം വ്യത്യസ്തമാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും ഒരേപോലെ പ്രധാനമായി തോന്നാം. അതുകൊണ്ടാണ് ഒരേ സമയം പല ചിന്തകളും വരുന്നത്. അതുകൊണ്ടാണ് ശ്രദ്ധ നിലനിർത്താൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ADHD ഉള്ള കുട്ടികൾ പലപ്പോഴും തെറ്റായി മനസ്സിലാക്കപ്പെടുന്നു. അവർക്ക് കഴിവില്ലെന്ന് തോന്നും, അവർ ശ്രമിക്കുന്നില്ലെന്ന് തോന്നും. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. ഒരു കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തത് അവൻ പഠിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാകണമെന്നില്ല. അവൻ്റെ തലച്ചോർ ആ രീതിയിൽ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുന്നത് കൊണ്ട് ആകാം. ഇതിൻ്റെ ഫലം എന്തായിരിക്കും? ആത്മവിശ്വാസക്കുറവ്, എനിക്ക് ഒന്നും കഴിയില്ല എന്ന ചിന്ത, തുടർച്ചയായി വിമർശനം കേൾക്കുന്നതുകൊണ്ട് സ്വയം വില കുറഞ്ഞതായി തോന്നൽ. ഇത് കുട്ടികളിൽ മാത്രമല്ല, മുതിർന്നവരിലും ADHD വലിയ സ്വാധീനം ചെലുത്തും. ADHD ഉള്ള മുതിർന്നവർക്ക് സമയം ക്രമീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ജോലികൾ പൂർത്തിയാക്കാൻ വൈകാം. ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ വരാം. പലപ്പോഴും അവർ സ്വയം ചോദിക്കും, എനിക്ക് എന്താണിങ്ങനെ? പക്ഷേ ഇത് ഒരാളുടെ കഴിവില്ലായ്മയല്ല, അത് അവൻ്റെ ബ്രെയിൻ പ്രവർത്തിക്കുന്ന രീതിയാണ്. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ നിലപാടിൽ നിന്ന് പറയുമ്പോൾ ADHDയെ ശരിയാക്കേണ്ട ഒരു തെറ്റ് ആയി കാണരുത്, മറിച്ച് മനസ്സിലാക്കേണ്ട ഒരു വ്യത്യാസമായി കാണണം. ADHD ഉള്ളവർക്കും ശക്തികളുണ്ട്. അവർ പലപ്പോഴും സൃഷ്ടിപരരായിരിക്കും. പുതിയ ആശയങ്ങൾ വേഗത്തിൽ കണ്ടെത്തും. ഉത്സാഹം കൂടുതലായിരിക്കും. താൽപ്പര്യമുള്ള കാര്യങ്ങളിൽ അവർ മുഴുകിപ്പോകും. ഇതിനെ നാം ഹൈപ്പർ ഫോക്കസ് എന്ന് വിളിക്കും. പ്രശ്നം എന്തെന്നാൽ സമൂഹം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ADHD ഇല്ലാത്ത ആളുകൾക്കനുസരിച്ചാണ്. അതുകൊണ്ടാണ് ADHD ഉള്ളവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്. ഇനി ചികിത്സയെക്കുറിച്ച് സംസാരിക്കാം. ADHDക്ക് ഒരേയൊരു പരിഹാരം എന്നൊന്നില്ല, പക്ഷേ സഹായിക്കാവുന്ന പല മാർഗങ്ങളുണ്ട്. സൈക്കോളജിക്കൽ തെറാപ്പി, ബിഹേവിയറൽ സ്ട്രാറ്റജികൾ, പാരൻസ് ട്രെയിനിങ്, സ്കൂൾ സപ്പോർട്ട്, ചില സാഹചര്യങ്ങളിൽ മരുന്നുകൾ. എല്ലാവർക്കും മരുന്ന് വേണ്ടിവരുമെന്നില്ല. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സഹായവും വേണ്ടിവരില്ല. ഓരോ വ്യക്തിക്കും അനുയോജ്യമായ ഒരു പ്ലാൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാതാപിതാക്കൾ ഓർക്കേണ്ട ഒരു കാര്യം, ADHD നിങ്ങളുടെ വളർത്തലിൻ്റെ പരാജയമല്ല. കുട്ടി നിങ്ങളെ വെല്ലുവിളിക്കുന്നുമില്ല. അവൻ തൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയിക്കാൻ ശ്രമിക്കുകയാണ്. മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെന്നാൽ, താരതമ്യം ഒഴിവാക്കുക, ശിക്ഷയ്ക്ക് പകരം വ്യക്തമായ ക്രമീകരണം നൽകുക, ചെറിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക. അധ്യാപകർ ഓർക്കേണ്ടത്, ക്ലാസ്സിൽ ശാന്തമായി ഇരിക്കുന്ന കുട്ടിയല്ല എല്ലായ്പ്പോഴും പഠിക്കുന്ന കുട്ടി. ശബ്ദമുണ്ടാക്കുന്ന കുട്ടിയല്ല എല്ലായ്പ്പോഴും ശല്യക്കാരൻ. ADHDയെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനുഷ്യരെ കൂടുതൽ കരുണയോടെ കാണാൻ തുടങ്ങും. കുറ്റപ്പെടുത്തൽ കുറയും, പിന്തുണ കൂടും. അവസാനം പറയാനുള്ളത് ഇതാണ്, ADHD ഉള്ളവർക്ക് ശരിയായ പിന്തുണ കിട്ടിയാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങൾ ഒരു മാതാപിതാവാണെങ്കിൽ, ഒരു അധ്യാപകനാണെങ്കിൽ, അല്ലെങ്കിൽ ADHD ഉള്ള ഒരാളാണെങ്കിൽ ഓർമ്മിക്കുക, മനസ്സിലാക്കപ്പെടുക എന്നത് തന്നെ വലിയ ഒരു ചികിത്സയാണ്. ADHD ഉള്ള പലരും
അതിയായ സൃഷ്ടിപരത ഉള്ളവരും വ്യത്യസ്തമായി ചിന്തിക്കുന്നവരും ആവേശവും ഊർജവും നിറഞ്ഞവരും ഒരു കാര്യത്തിൽ മുഴുകിയാൽ അതിമനോഹരമായ ഫലം ഉണ്ടാക്കാൻ കഴിയുന്നവരും ആവാം. ശരിയായ പിന്തുണ ലഭിച്ചാൽ ADHD ഒരു കുറവല്ല, ശക്തിയാകും. ഈ വീഡിയോ നിങ്ങളെ തന്നെയോ നിങ്ങളുടെ കുട്ടിയെയോ നിങ്ങളുടെ സുഹൃത്തിനെയോ ഓർമ്മിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി വിദഗ്ധരുടെ സഹായം തേടാൻ മടിക്കരുത്. സഹായങ്ങൾക്കും സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിനും വേണ്ടി നിങ്ങൾക്ക് ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതിനായി ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററിൽ വിദഗ്ധ സൈക്കോളജിസ്റ്റുമാരുടെ സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നന്ദി.